വചനവയൽ ഡെയിലി ലൈറ്റ് ഏപ്രിൽ 22. വിശുദ്ധ സോത്തർ പാപ്പ, വിശുദ്ധ കായൂസ് പാപ്പ. വിശുദ്ധ അനിസത്തോസ് പാപ്പായുടെ പിൻഗാമിയാണ് വിശുദ്ധ സോത്തർ. ഒരു പിതാവിൻ്റെ സ്നേഹത്തോടുകൂടി മധുരമായ പ്രഭാഷണങ്ങൾ ചെയ്ത് സർവരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചിരുന്നു. കഴിവ് പോലെ എല്ലാവരെയും സഹായിച്ചുമിരുന്നു. കോറിന്തോസിലെ സഭയ്ക്ക് ചെയ്ത വമ്പിച്ച സഹായം വിശുദ്ധ ഡയനീഷ്യസ് ശ്ലാഘിച്ചു കാണുന്നുണ്ട്. മോന്താനൂസിൻ്റെ പാഷണ്ഡതയെ അദ്ദേഹം എതിർത്തു. 4 കൊല്ലത്തെ തിരുസഭാ ഭരണത്തിന് ശേഷം രക്തസാക്ഷിത്വം വരിച്ചുവെന്നാണ് പാരമ്പര്യം. വിശുദ്ധ കായൂസ് പാപ്പ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഒരു ചാർച്ചക്കാരനായിരുന്നു. എവ്റ്റുക്യൂസ് പാപ്പായുടെ പിൻഗാമിയായി 283 പാപ്പാ സ്ഥാനത്തേക്ക് ആരോഹണം ചെയ്ത കായൂസ് പാപ്പ 2 കൊല്ലമാണ് സമാധാനം അനുഭവിച്ചിട്ടുള്ളത്. വിശുദ്ധ സെബസ്ത്യാനോസ് തുടങ്ങിയ രക്തസാക്ഷികൾക്ക് പ്രോത്സാഹനം നൽകിയത് കായൂസ് പാപ്പായാണ്. 12 കൊല്ലത്തെ ഭരണത്തിന് ശേഷം 296 ഏപ്രിൽ 21 കായൂസ് പാപ്പ നിര്യാതനായി. എങ്കിലും അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള സഹനങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ സോത്തർ പാപ്പായുടെയും വിശുദ്ധ കായൂസ് പാപ്പായുടെയും ജീവിതത്തിൽ അന്വർത്ഥമായ തിരുവചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 24 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. വിശുദ്ധ സോത്തർ പാപ്പായുടെയും വിശുദ്ധ കായൂസ് പാപ്പായുടെയും ജീവിതം നമുക്ക് നൽകുന്ന ചിന്ത ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റുമുട്ടുന്ന എതിർപ്പുകളെയും മർദ്ദനങ്ങളെയും പരിപൂർണതാ പദത്തിലെ പ്രതിബന്ധങ്ങളായി നാം കരുതുന്നുണ്ടാകും. അവ കുരിശുകളും മുള്ളുകളുമാണ്. എന്നാൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന സുഹൃത കുസുമങ്ങൾ സുന്ദരങ്ങളും സുരഫലങ്ങളുമാണ്. സന്മനസ്സോടെ നമ്മുടെ അനുദിന കുരിശുകൾ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം, സഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ നല്ല ദൈവമേ, അങ്ങേ അടുത്ത് നിഗമിക്കുവാൻ അങ്ങ് എനിക്ക് അനുവദിക്കുന്ന ചെറിയ കുരിശുകളും സഹനങ്ങളും സന്തോഷത്തോടും സന്മനസ്സോടും കൂടി ഏറ്റെടുക്കുവാനും സഹിക്കുവാനുമുള്ള കൃപ എനിക്ക് നൽകണമേ. ആമേൻ.